ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ CA, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന സ്റ്റുഡൻസ് ആൻഡ് പാരൻസിന്റെ ഒരു അവയർനെസ് സെഷന്റെ സീരീസിന്റെ പുതിയ എപ്പിസോഡ് നമ്മൾ വീണ്ടും ആ, ഇവിടെ ഒത്തുകൂടുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഇത്തരത്തിലുള്ള ഒരു സീരീസ് നമ്മൾ തുടർന്ന് മുന്നോട്ട് മനോഹരമായിട്ട് പോകുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവുകൾ കൈമാറുക, അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുക, അതിലൂടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, രൂപപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഇതിന്റെ പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം. വിശേഷിച്ചും കുട്ടികളിലും അതേപോലെ തന്നെ രക്ഷിതാക്കളിലും ഒക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ ഒരുമിച്ച് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ആളുകളായിട്ട് തീർച്ചയായിട്ടും നമ്മളും മക്കളും ഒക്കെ മാറേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചിന്തകളിലും അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ആക്ടിവിറ്റീസിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ സെഷനിൽ ജീവിതത്തിന്റെ ഡിജിറ്റൽ പാസ്വേഡ്, മൂല്യങ്ങളും ലക്ഷ്യങ്ങളും എന്ന ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത്. ബഹുമാനിയായിട്ടുള്ള റാണി വിനോദ് മാം ആണ് ഇന്നത്തെ സെഷൻ അവതരിപ്പിക്കുന്നത്. ട്രെയിനറാണ്, ഓൺട്രപ്രണറാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പാരൻസിനെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. തുടർന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. അതിലെല്ലാവരും പങ്കെടുക്കുക. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മുടെ റാണി മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. വിംബിൾ അക്കാദമി ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ഒരു എന്താ പറയുക, ഞങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിക്കാൻ, അതുപോലെ ഞങ്ങളുടെ ഭയങ്ങളൊക്കെ മാറ്റി നിർത്തി ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറാനൊക്കെ കഴിയുന്നത് വളരെ എന്താ പറയാ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോ അറിയാത്തവരെ പോലും നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു പ്രചോദനമാണ്. നമുക്കും മുന്നോട്ട് പോവാം, അവർക്കും പോവാം. ഇത്തരത്തിലുള്ള അറിവുകൾ പകരാനായിട്ട് വിംബിൾ കാണിക്കുന്ന ഈ ഒരു വേണ്ടി തരുന്നതിനും ഒക്കെ ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ആ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക എന്ന് തോന്നുന്നു. ഇതിന്റെ അമരക്കാരനായിരിക്കുന്ന സാറിനും അർച്ചന മാമിനും ഒക്കെ ഒരുപാട് സ്നേഹം, സന്തോഷം എല്ലാം നൽകുന്നു. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? താങ്ക് യു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ റാണി വിനോദ്. പ്രൊഫഷണലി ടീച്ചർ ആണെങ്കിൽ പോലും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഉണ്ടായിരുന്നത് ഇത്രയും കാലം. ഇപ്പോ അക്കാഡമിയുടെ ഒരു സപ്പോർട്ട് കൂടി കൊടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ക്ലാസ്സുകൾ എടുക്കാൻ, സെഷൻസ് എടുക്കാനും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ ക്ലാസ് കേൾക്കാൻ? ആരൊക്കെയുണ്ട്? പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരാമോ? വീഡിയോ ഓൺ ചെയ്യാമോ? നിങ്ങൾക്ക് എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിലോ ഒന്ന് ചാറ്റ് ബോക്സിൽ എന്ന് പറയാമോ? ഓക്കെ മാഡം, ക്ലിയർ ആണ്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. അപ്പം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണം കേട്ടോ. കഴിയുന്നതും എല്ലാവരും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നവരൊക്കെ സംസാരിക്കുക. നമുക്ക് വലിയൊരു എന്താ പറയാ, ഒരു ക്ലാസ്, ഒരു പ്രസംഗം എന്ന രീതിയിലൊന്നും ഇതിന് പോവണ്ട. നമുക്കൊരു സംഭാഷണം അല്ലെങ്കിൽ നമുക്കൊരു കൊച്ചു വർത്താനം പറയുന്ന രീതിയിൽ നമുക്ക് ഇതിനെ അങ്ങ് കൊണ്ടുപോവാം. അതല്ലേ നല്ലത്? അപ്പൊ എല്ലാവരും ഒന്ന് റെഡിയായി നമുക്കൊരു യാത്ര പോയി നോക്കാം. നമുക്ക് ഇന്നൊരു യാത്ര പോവാം. എല്ലാവരും റെഡിയാണോ? നല്ല മഴയാണ് തോന്നുന്നു അല്ലേ നാട്ടിലും എവിടെയൊക്കെ? അപ്പൊ നമുക്ക് ഇന്നൊരു യാത്ര പോവാനായിട്ട് റെഡിയാവാം. ഞാൻ നിങ്ങളെ കൊണ്ടുപോണത് എവിടേക്കാണെന്നറിയോ? ഒരു വലിയ ഒരു ആഡംബര കപ്പലിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നല്ല കാറ്റും കോളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും, ആടി ഉലഞ്ഞാണെങ്കിൽ പോലും വളരെ സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു കപ്പലിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. നമുക്ക് പോയാലോ? റെഡിയല്ലേ എല്ലാവരും?
ഇടയ്ക്കൊക്കെ ഒന്ന് റെഡി മേഡം. പറയണേ. ആഡംബര കപ്പലിലേക്ക് തന്നെ. അതെ അതെ. അപ്പൊ കടലിന്റെ നടുക്കാണ് നമ്മുടെ കപ്പലുള്ളത് കേട്ടോ. നല്ല കാറ്റും കോളും ഉണ്ട്. ഈ കപ്പലിനെ സുരക്ഷിതമായി കരയിലെത്തിക്കാനായിട്ട് ആരൊക്കെ വേണം? ആരാ ഉണ്ടാവുക ശരിക്കും? ആരാ ഇതിനെ കരയിലെത്തിക്കുക? കപ്പിത്താൻ വേണം അല്ലെ? കരയിലെത്തിക്കാനായിട്ട് ക്യാപ്റ്റൻ വേണം. ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കപ്പൽ സുരക്ഷിതമായിട്ട്. അതുപോലെ എഞ്ചിൻ നല്ലപോലെ വർക്ക് ആവുന്ന ഒരു എഞ്ചിനും വേണം അല്ലെ? ക്യാപ്റ്റൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനും നല്ലൊരു ക്യാപ്റ്റനും ഉണ്ടെങ്കിൽ നമുക്ക് കപ്പലില് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം. പക്ഷെ അത് മാത്രം മതിയോ? നമ്മുടെ കപ്പലിന്റെ അടിയിൽ ദിശ നിശ്ചയിക്കുന്ന ഒരു ഉപകരണമുണ്ട്, അല്ലെങ്കിൽ ഒരു നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണത്? അറിയോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞേ. നമ്മുടെ കപ്പലിന്റെ ദിശ നിശ്ചയിച്ച് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ക്യാപ്റ്റനും എഞ്ചിനും മാത്രം പോരാ, ഈ ഒരാളും കൂടെ വേണം. അതെന്താണെന്നറിയോ? കോമ്പസ്. കോമ്പസ്. കോമ്പസ് ആണോ? കോമ്പസ് അല്ലേ? അതിന് ഇനി സുക്കാണി ആരെങ്കിലും എന്ന് ഉണ്ടോ? പറയും ഇന്ത്യയിൽ. മേഡം സുക്കാണി എന്ന് പറയും ഇന്ത്യയിൽ. എനിക്ക് പെട്ടെന്ന് അത് പേര് കിട്ടുന്നില്ല ഇംഗ്ലീഷിലുള്ള. ഓക്കെ. റഡാർ കേട്ടിട്ടുണ്ടോ? റഡാർ. റഡാർ. ഓക്കെ. അപ്പൊ ഇതുണ്ടെങ്കിലാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദിശ നിശ്ചയിച്ച് നമ്മുടെ കപ്പല് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ എത്ര വലിയ ക്യാപ്റ്റൻ ഉണ്ടായാലും, നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ ക്യാപ്റ്റൻ ഉണ്ടായാലും ഈ റഡാർ ഒടിഞ്ഞു പോയാൽ നമ്മുടെ കപ്പലിന് എന്ത് സംഭവിക്കും? നമ്മുടെ കപ്പലിന് എന്താ സംഭവിക്കുക? റഡാർ ഇല്ല, നമുക്ക് ദിശ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കപ്പലിന് എന്ത് സംഭവിക്കും? നമ്മുടെ കപ്പൽ എവിടേക്ക് പോകും? ദിശ മാറി എവിടെയെങ്കിലും പോവും. കറക്റ്റായി ദിശയിലേക്ക് എത്താൻ പറ്റൂല. അതെ. നമ്മുടെ കടലില് നമ്മുടെ കപ്പൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തകർന്നു പോകും. ശരിക്കും പറഞ്ഞ ഈ റഡാർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങള്. ലക്ഷ്യബോധമില്ലാതെ വെറുതെ ഫോണും പിടിച്ചിട്ട് സമയം കളയുമ്പോൾ നമ്മൾ റഡാർ ഇല്ലാത്തൊരു കപ്പൽ പോലെയാകും. എന്നിട്ട് എന്താ? നമ്മൾ ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. നമ്മുടെ ജീവിതം എവിടെ എത്താതെ നമ്മൾ പല വഴിക്ക് പോകും. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ റഡാർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കും നമ്മൾക്കും ഒക്കെ നമ്മുടെ റഡാർ എങ്ങനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാം ലൈഫിലെ ജീവിതത്തിലൊക്കെ നമുക്ക് സൂപ്പർ ഹീറോസ് ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഹീറോസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുണ്ടോ ഇതിനകത്ത്? കുട്ടികളുണ്ടെന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഹീറോസ് ആരൊക്കെയാ? ഒന്ന് പറഞ്ഞേ. കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഹീറോ ആരാണ് ഇപ്പോൾ ഉള്ളതില്? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താലും മതി. പറയോ? ആരും ഇല്ലേ? ഹീറോസ് ഇല്ലേ ആർക്കും? എല്ലാവരും സിനിമ കണ്ട് ഹീറോസിനെ ഉണ്ടാക്കുന്നവരുണ്ട്. സൂപ്പർ ഹീറോസ് ഉണ്ട്. സ്പൈഡർമാൻ, ത്രോ ഒക്കെ വെച്ച് ബാറ്റ്മാൻ, അയൺമാൻ, അങ്ങനെ കുറെ ആൾക്കാരില്ലേ? കുട്ടികളുടെയൊക്കെ സൂപ്പർ ഹീറോ അതൊക്കെയാണ്. അങ്ങനെയുള്ള ഹീറോസ് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ വലുതായി വരുമ്പോഴും ഉണ്ടാവും ആർക്കെങ്കിലും. നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ഹീറോസ് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ അത്തരം ഹീറോസിനെയൊക്കെ ഓർക്കുന്നുണ്ടോ? മേഡം, ഉണ്ടാവും എനിക്ക് അല്ലേ? ശ്രീനിവാസനായിരുന്നു ഹീറോ. മരിച്ചുപോയി. അദ്ദേഹം എന്നെ സംബന്ധിച്ചുള്ള ഹീറോ. എനിക്ക് ഏറ്റവും നല്ല സന്തോഷം, തമാശ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഏറ്റവും ഇഷ്ടം. അത് ഏറ്റവും നന്നായിട്ട് എന്താണ് അവതരിപ്പിക്കുന്നതും നമ്മൾ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന എന്താണ് സ്റ്റാൻഡേർഡ് കോമഡീൻ്റെ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിനെയാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. അതെ അതെ അതെ. ശ്രീനിവാസൻ നല്ലൊരു ചിന്തിപ്പിക്കാൻ, തമാശയിലൂടെ അല്ലെ, കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ചിന്തിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ആളായിരുന്നു. ശ്രീനിവാസന്റെ തിരക്കഥയൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു. ഇപ്പോഴും ഒരുപാട് മൂല്യമുള്ള തിരക്കഥകളൊക്കെ ശ്രീനിവാസന്റെ നിലവിലുണ്ടല്ലേ. കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴും അതിന് നല്ല പ്രശസ്തിയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിലും. അതെ അതെ. നമ്മുടെ സൂപ്പർ ഹീറോസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹീറോ ആയിട്ട് അവരെ കാണുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കുറെ പവർ ഉണ്ട്, കുറെ ശക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണോ നമ്മൾ അവരെ ഹീറോസ് ആയിട്ട് എടുക്കുന്നത്? ഈ എന്താ പറയാ, സ്പൈഡർമാൻ ഒക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ കയ്യിൽ നിന്ന് വല വരും, അല്ലെങ്കിൽ എന്താ പറയാ സൂപ്പർമാൻ, അയൺമാൻ ഒക്കെ ഭയങ്കര പവറുള്ള ആളുകളാണ്. അതൊക്കെ കൊണ്ട് മാത്രമാണോ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്?
അല്ലല്ലോ. നമുക്ക് എന്താ ശരിക്കും പറഞ്ഞ അവരിഷ്ടം? അവര് കുറെ നന്മകൾ ചെയ്യുന്നവരാണ് അല്ലെ? അവർക്ക് പറക്കാൻ അറിയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവര് ഒരുപാട് പേരെ അടിച്ചിട്ട് രക്ഷിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. അവർ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ള നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയാണ് അല്ലെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോ അത്തരത്തിലുള്ള ആളുകളെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നന്മയ്ക്ക് വേണ്ടി നല്ലതിന് വേണ്ടി നിലകൊള്ളുന്ന അത്തരം ആളുകളെയാണ് ഹീറോസ് ആയിട്ട് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്കും തോന്നുന്നുണ്ടല്ലേ, അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാറുള്ളത്. മറ്റുള്ള നമ്മൾ അംഗീകരിക്കുന്നത് അപ്പോഴാണ്. അപ്പോ നമുക്കും ഉണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള ഒരു വാവ് ഫാക്ടേഴ്സ് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കും ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പോ അത് ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധരാവണം എന്ന് മാത്രം. മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ല മറ്റുള്ളവരുടെ നീതിക്ക് വേണ്ടി, ഒരു നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യാം. നിങ്ങൾക്കും ഈ സൂപ്പർ പവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സൂപ്പർ പവർ കണ്ടെത്താൻ അറിയോ? നമ്മള് കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? സത്യസന്ധരായിരിക്കണം, അതൊരു മൂല്യമാണ് അല്ലെ? പിന്നെ മുതിർന്നവരോടുള്ള ബഹുമാനം വേണം, അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ എമ്പതി, സഹാനുഭൂതി വേണം അല്ലെ? സിമ്പതി അല്ലല്ലോ വേണ്ടത്, എമ്പതി അല്ലേ വേണ്ടത്? അതെ, അത്തരത്തിൽ നമ്മൾ മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ളവരായിരിക്കാനായിട്ട് തയ്യാറാവണം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ പവറുകളായിട്ട് നമുക്ക് എടുത്തു കാണിക്കാവുന്നത്. പരീക്ഷയില് കോപ്പി അടിക്കാൻ അവസരം ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സൂപ്പർ പവർ, അല്ലെങ്കിൽ ആ ധൈര്യം. കോപ്പി അടിച്ച് നേടാൻ പറ്റുമായിരിക്കും, പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം കഴിവിൽ മാത്രം ശ്രദ്ധയൂന്നി വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ്, അല്ലെങ്കിൽ സ്വന്തം തെറ്റുകൾ സമ്മതിച്ച് അതിനെ തിരുത്താൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ സൂപ്പർ പവറുകളൊക്കെ നമുക്ക് മുന്നിലേക്ക് എടുത്തു വെക്കാനാവുന്നത്, നമ്മൾ ആ സൂപ്പർ പവറുകൾ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ സൂപ്പർ പവറുകൾ എന്തൊക്കെയാണ്? സത്യസന്ധത, മുതിർന്നവരോടുള്ള ബഹുമാനം, സഹാനുഭൂതി. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സൂപ്പർ പവറുകൾ. നമ്മൾ കുട്ടികളോട് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ? സൂപ്പർ പവർ വേണം, സത്യസന്ധമായിരിക്കണം, എല്ലാം ചെയ്യണം. എന്നിട്ട് നമ്മൾ അവരോട് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും, മൊബൈൽ നോക്കിയിരുന്നിട്ട് തന്നെയായിരിക്കും നമ്മൾ പറയാ അല്ലെ, നീ പോയിരുന്ന് പഠിച്ചേ, അല്ലെങ്കിൽ നീ പോയിരുന്ന് ചെയ്തേ, കുട്ടികളാരും ചെയ്യരുതെന്ന്. അങ്ങനെ പറയുന്നോണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതില് വീഡിയോ ആരും ഇല്ല, എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഇടയ്ക്ക് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു എസ്സോ നോയോ ഒക്കെ പറയണം കേട്ടോ. അപ്പൊ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് നമ്മള് യഥാർത്ഥത്തില് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവർത്തികളാണ് അവർ നോട്ടീസ് ചെയ്യുക. അവരോട് ദേഷ്യപ്പെടരുത്, നുണ പറയരുത്, എപ്പോഴും ഫോൺ നോക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എന്റെ മോള് ചെറുതായിരുന്നപ്പോ, ഇപ്പൊ ആള് വലിയ ചെറുതായിരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് ഫോണിൽ കൂടെ പറഞ്ഞു, പുള്ളി ശരിക്കും ഭയങ്കര പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. കറക്റ്റ് ടൈമിന് അവിടെ എവിടെയാണോ മീറ്റിംഗ് വെച്ചാൽ കറക്റ്റ് ടൈമിന് അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ആളുടെ ഒരു സിസ്റ്റം. ആള് ഉണ്ടെങ്കിൽ, ആള് സമയത്ത് മീറ്റിംഗിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സമയം കറക്റ്റ് ആണെന്നൊരു പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ പുള്ളി എന്തോ ഒരു ഇതുകൊണ്ട് ഫോണിൽ കൂടെ പറഞ്ഞു, ഞാൻ പുറപ്പെട്ടു, 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും, വഴിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മോൾ അത് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് മോൾക്കൊരു 3 വയസ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ മോള് എന്നാ ഞാൻ വരട്ടെ എന്ന് പറയുമ്പോ അച്ഛനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛനെന്താ ഇപ്പൊ അച്ഛൻ നുണയല്ലേ പറഞ്ഞത്? ആ അങ്കിള് വിളിച്ചപ്പോ അച്ഛൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ പുറപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞേന്ന്. അപ്പൊ ഒരു നിമിഷം മോൾ അവിടെ എന്തോ കളിപ്പാട്ടം വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ച നമുക്കാണ് തെറ്റിയത്. അവള് അത് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മോൾക്ക് ആ സമയത്ത് ട്രെയിനിൽ ബർത്ത് എടുക്കണം. അപ്പൊ ബർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വേറൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ബർത്ത് മോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ബർത്ത് അയാൾക്ക് കൊടുത്തിട്ട് ഞങ്ങള് മോളെ ഞങ്ങളുടെ കൂടെ ഇരുത്തി. അപ്പൊ ടി വന്ന സമയത്ത് അയാളുടെ ബർത്താണ് എന്ന രീതിയിൽ അവിടെ ഇരിക്കുമ്പോ മോള് ടിയെ വിളിച്ചിട്ട് പറയാണ്,
ടി മാമ, അത് എന്റെ ബർത്താണ്. ആ മാമന് വെറുതെ കൊടുത്തിരിക്കുവാണ്. അപ്പൊ ഇത്തരത്തില് കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവര് നമ്മളെ അനുകരിക്കാൻ ശ്രമിക്കും, നമ്മളെ അവര് കോപ്പി അടിക്കും. നമ്മൾ ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കുമ്പോ, ോട് ദേഷ്യപ്പെടുമ്പോൾ, നമ്മൾ മുതിർന്ന ആൾക്കാർ നമ്മുടെ പാരന്റ്സിനോടോ അല്ലെങ്കിൽ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം അവരവരുടെ മനസ്സിന്റെ താളുകളിൽ ഇങ്ങനെ വരച്ചു വെക്കുന്നുണ്ടാവും. അതൊക്കെ ഓരോ സമയത്ത് അവരുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും ഓരോ സമയത്തായിട്ട് പുറത്തു വരും. അപ്പോൾ നമ്മൾ അവരോട് എന്ത് പറയുന്നുവോ അത് നമ്മളും പാലിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു നല്ല പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പൊ സാഹചര്യം കൊണ്ട് നമുക്ക് ചിലപ്പോൾ പലതും പറയേണ്ടി വരാറുണ്ട്. അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് കുട്ടികൾ വളർച്ചയുടെ കാലത്ത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോഴേ തന്നെ അതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ അവർ സാഹചര്യത്തിനനുസരിച്ച് മൂല്യങ്ങൾക്കൊപ്പം നമ്മളും നിൽക്കുക. നമ്മളും ആ മൂല്യങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, എന്തിനാ അങ്ങനെ ചെയ്യണേ, അതെന്തിനാ അങ്ങനെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ? ശരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. നല്ല മാർക്ക് വാങ്ങണം, വലിയ ഡോക്ടർ ആകണം, ഒരു യൂട്യൂബർ ആകണം, അല്ലെ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഒരുപാട് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനാണ് അവർക്ക് ഇഷ്ടം, അല്ലെ? ലൈം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം, അതാണ് അവരുടെയൊക്കെ താല്പര്യം. ഒരുപാട് യാത്ര ചെയ്യണം, അല്ലെ? അപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവരെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്താൻ ഒരു ഡിജിറ്റൽ ഗെയിം കളിച്ചു നോക്കിയാലോ? നിങ്ങൾ തയ്യാറാണോ? ദ 5 വൈസ് എന്നാണ് ഇതിനെ നമുക്ക് പറയേണ്ടത്. അപ്പൊ ആരെങ്കിലും ഒരാൾ റെഡി ആയിട്ട് മുന്നോട്ട് വരാമോ? കുട്ടികളുണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടോ? കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വരുമോ? ഓക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ തയ്യാറായിട്ട് എന്റെ ഒരു കുറച്ച് വൈകൾക്ക് എന്തിന് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ഓക്കെ, എന്നാ ഞാൻ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഉത്തരം ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ കൈ ഉയർത്തിയോ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുവോ? ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് സംസാരിച്ച് ചർച്ച ചെയ്തൊക്കെ മുന്നോട്ട് പോവാന്ന്. അപ്പൊ ആരും അതിനൊന്നും തയ്യാറാവുന്നില്ല. വീഡിയോയിൽ വരുന്ന ആൾക്കാരും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോ ഒരു കുട്ടി പറയുന്നുണ്ട്, എന്താണ് നിന്റെ പഠിക്കുന്നതിന്റെ ലക്ഷ്യം? നമ്മൾ ഒരു കുട്ടിയോട് ചോദിച്ചാൽ ഒരു പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ എന്തായിരിക്കും ആദ്യം പറയുക? ആദ്യം പറയുന്ന ഉത്തരം എന്തായിരിക്കും? ആർക്കെങ്കിലും ഉണ്ടോ ഉത്തരം പറയാൻ? എന്തായിരിക്കും ഒരു കുട്ടിയോട് ചോദിച്ചാൽ നിന്റെ ലക്ഷ്യം എന്താണ്, ഇപ്പൊ നീ എന്തിനാണ് വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ എന്തായിരിക്കും പറയുക? ജോലി നേടാൻ. ജോലി നേടാൻ. ഓക്കെ. പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിക്കണം, എനിക്ക് ജോലി കിട്ടണം, അല്ലെ? അപ്പൊ ഫുൾ A പഠിക്കുന്ന കുട്ടി എന്താ പറയാ? 10ാം ക്ലാസ് ഒക്കെ വെച്ച് ഫുൾ A+ വേണമെന്ന് പറയും, ഇല്ലേ? A+ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പൊ A+ വേണമെന്ന് പറയും. എന്തിനാണ് ഈ ഫുൾ A+ വാങ്ങിച്ചിട്ട് എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുക? അടുത്ത ചോദ്യം, എന്തിനാണ് ഈ ഫുൾ A+ വാങ്ങിക്കുന്നേ? ജീവിതത്തിൽ വിജയം ഉണ്ടാവേണ്ടിയിട്ടാണ് പഠനം, മറ്റുള്ള കാര്യങ്ങൾ, അറിവ് എന്നാണ്. അതെ, ജീവിതത്തില് ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് കുറച്ച് ചവിട്ടുപടികളുണ്ടല്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ പറയുമ്പോ എന്താ പറയാ, നമുക്ക് ഫുൾ A+ വാങ്ങിക്കണം, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കണം. എന്നിട്ട് എന്താ നെക്സ്റ്റ് എന്താ? എന്തിനാ ഫുൾ A+ വാങ്ങിച്ചിട്ട്? നമുക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കണം. ഉണ്ടെങ്കിൽ മാത്രമാണ് അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഇതൊക്കെ ഉള്ള കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കും. അപ്പൊ നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും നല്ല സ്കോറും
നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചാൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ജോലി കിട്ടുള്ളൂ, നമ്മളൊരു നല്ലൊരു ജോലിയിലേക്ക് എത്തുള്ളൂ, ഇല്ലേ? ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താ നെക്സ്റ്റ്? നല്ലതുപോലെ ശമ്പളം വേണം, അല്ലെ? നല്ല പൈസ സമ്പാദിക്കണം. ഈ കിട്ടുന്ന പൈസയൊക്കെ നന്നായി സമ്പാദിച്ച് നല്ലൊരു രീതിയിൽ എത്തിക്കണം. പണം സമ്പാദിച്ചിട്ടോ അതെന്തിനാ? എനിക്കും എന്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമ്പാദിക്കുന്നതൊക്കെ. അങ്ങനെ സുഖമായി ജീവിക്കുന്നത് എന്തിനാ? സന്തോഷത്തോടെയും സമാധാനത്തോടെയും. ഇപ്പൊ നമ്മള് ആദ്യം പഠനത്തിൽ നിന്ന് തുടങ്ങി, നമ്മൾ അങ്ങനെ പോയി അവസാനം നമ്മൾ എവിടെയാണ് ശരിക്കും എത്തുന്നത്? സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഓട്ടമെല്ലാം. നമ്മൾ ഈ ഓടുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സന്തോഷം, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം, നമ്മുടെ സമാധാനം, അല്ലെ? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഒരുക്കി കൊടുക്കാൻ വേണ്ടി സുരക്ഷിതമായ ഒരു കവചം തീർത്തു കൊടുക്കുക എന്നതും നമ്മുടെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു? A+ നിന്ന് തുടങ്ങി 5 തവണ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചപ്പോ ശരിക്കും സമാധാനം എന്ന വാക്കിലേക്കാണ് എത്തിച്ചേർന്നത്. അപ്പോൾ മാർക്ക് എന്നത് അല്ലെങ്കിൽ പഠനം എന്നത്, ജോലി, ഇതൊക്കെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും എത്താനുള്ള ഒരു വഴിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പാരന്റ്സ് പ്രത്യേകിച്ച്. കാരണം മാർക്ക് വാങ്ങിക്കുക മാത്രമല്ല, നമ്മുടെ കുട്ടികൾ മാർക്ക് വാങ്ങിക്കുന്ന ഒരു മിഷൻ മാത്രമാക്കി മാറ്റാൻ പാടില്ല. അവരുടെ ലൈഫിന്റെ പർപ്പസ് കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുക എന്നതാണ് ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ നമ്മുടെ കടമ. ഒരു പാരന്റ്സ് ചെയ്യേണ്ട പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിലെ അവന്റെ സത്വത്തെ കണ്ടെത്തി അവനെ അത് തിരിച്ചറിയാൻ സഹായിക്കുക എന്നതാണ്. അപ്പോ കുട്ടികളൊക്കെ ചിലപ്പോൾ പല കാര്യത്തിനും വാശി പിടി, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ഫോഴ്സ് ചെയ്തിട്ട് അവരോട് പറയും, അത് പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ് വളർന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നീയും ഇങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ പറയുന്ന ഒരു രക്ഷിതാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എനിക്കറിയാം ഇപ്പൊ ഒരുപാട് പാരന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഇതേപോലെയുള്ള ക്ലാസ്സുകളും ബുക്കുകളും ഒക്കെ വായിച്ച് കുട്ടികൾക്ക് അവരുടേതായ മാർഗം തിരഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നവരാണ്. തെറ്റിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടി മക്കളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന പാരന്റ്സ് ആണ് അധികം ഉള്ളത്. കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെയാണ്. നമ്മളോട് തുറന്ന് സംസാരിക്കാനും പറയാനും ഒക്കെ അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവരാണ്. നമ്മളെപ്പോലെ ഒരു പഴയ തലമുറയല്ല ഇപ്പൊ കാണുന്നത്. എന്റെയൊക്കെ കാലത്ത് ചിലപ്പോ സംസാരിക്കാൻ പലർക്കും പേടിയായിരുന്നു, പലരും സംസാരിക്കാറില്ല. പക്ഷെ ഇപ്പോ അതിനുള്ള അവസരങ്ങൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ടീച്ചേഴ്സ് ആയാലും, ടീച്ചേഴ്സും ഒരു പാരന്റ് തന്നെയായിരിക്കും, അല്ലെ? അപ്പോൾ അത്തരത്തിൽ അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയാറുണ്ട്. നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മീഡിയ ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഈ ഡിജിറ്റൽ യുഗത്തിൽ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കൂടുതൽ മാറ്റങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കുട്ടികൾ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഓൺലൈൻ ഗെയിം കളിച്ച് തോറ്റു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ഇതിനകത്ത് കുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കുട്ടികളുണ്ടെങ്കിൽ പറയും, നിങ്ങൾ എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിക്കുക? ഞാൻ ഓൺലൈൻ ഗെയിം കളിച്ച് തോറ്റു, എന്ത് ചെയ്യും? നല്ല ദേഷ്യം തോന്നും, നല്ല ദേഷ്യം വൈലന്റ് തോന്നും, ആവും. വയലന്റ് ആവും, ചീത്ത വിളിക്കൂ, അല്ലെ? ചീത്ത വിളിച്ച് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ചീത്ത വിളിക്കും, യെസ്. ദേഷ്യപ്പെട്ട് ഫോൺ എടുത്ത് വലിച്ചെറിയും. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ നന്നായി കളിച്ചു പക്ഷെ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് കൂളായിട്ട് പോകുന്ന മക്കളെ കണ്ടിട്ടുണ്ടോ? ഞാൻ നന്നായി കളിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല, സാരമില്ല, പോട്ടെ, അടുത്ത പ്രാവശ്യം ഞാൻ നോക്കിക്കോളാം, അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കും എന്ന് പറയുന്ന കുട്ടികളെ. അങ്ങനത്തെ വളരെ കുറവാണ് മാഡം. മാഡം പറഞ്ഞ പോലെ കറക്റ്റ് ആണ് സംഭവങ്ങൾ. ആ രീതിയിലേക്ക് വരണം. അവർക്ക് ആ ഒരു അറിവ് കൊടുത്തിട്ട് അവരെ അങ്ങനെ ഒരു
നല്ല രീതിയിൽ ഒരു വ്യക്തിയാക്കി മാറ്റണം ഓൾറെഡി. അതെ, ഭൂരിഭാഗം കുട്ടികളാണെങ്കിലും എന്താ പറയാ, ദേഷ്യം വരും, അവരെ എന്താ പറയാ, മൊബൈൽ ചീത്ത പറയും. ആ ദേഷ്യം അവരുടെ പഠനത്തിലും അവരുടെ സ്വഭാവത്തിലും നമ്മളോടുള്ള പെരുമാറ്റത്തിലും, എന്തിന് ഭക്ഷണത്തോട് പോലും കുട്ടികൾ അത്തരത്തിലുള്ള പെരുമാറ്റം കാണിക്കാറുണ്ട്, അല്ലെ? അവരതിനെല്ലാം നിഷേധിക്കാറുണ്ട്. അപ്പോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം, തനിച്ചിരുന്ന് ഗെയിം കളിക്കുമ്പോഴായാലും ഫോൺ ഉപയോഗിക്കുമ്പോഴായാലും അത് ആരും കാണുന്നില്ല എന്ന് കരുതി അതിനെ മോശമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. മെസ്സേജ് അയക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ ചീത്ത പറയുകയോ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്, ആരും കാണാത്തപ്പോൾ നീ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നിന്റെ യഥാർത്ഥ വ്യക്തിത്വം. അതാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. ആരും കാണാതിരിക്കുമ്പോൾ എനിക്ക് എന്തും ചെയ്യാം, ആരെങ്കിലും കാണുമ്പോൾ ഒരു മുഖം മൂടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതല്ല നിന്റെ വ്യക്തിത്വം. ആരും കാണാത്തപ്പോഴും നീ നല്ല രീതിയിൽ പെരുമാറുന്നു എന്നത് തെളിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പണ്ട് ഒരു രാജാവിന്റെ കഥ കേട്ടിട്ടില്ലേ? കഥ കേട്ടിട്ടുണ്ടോ? രാജാവിന്റെ ഒരു കൊട്ടാരത്തില് ഒരു ആള് കടന്നു വന്നു. അപ്പൊ അയാള് ഒരുപാട് ഭാഷകൾ, 4-5 ഭാഷകൾ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാള് ഇതുപോലെ തന്നെ രാജാവിനെ വെല്ലുവിളിക്കുമായിരുന്നു. രാജാവെ, എന്റെ സ്വന്തം ഭാഷ, അല്ലെങ്കിൽ എന്റെ സ്വന്തം ദേശം, എന്റെ സ്വന്തം ആ ഒരു വ്യക്തിത്വം, അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് അങ്ങയുടെ സദസ്സിലെ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രാജാവ് പറയൂ, അതിനെന്താ ഇപ്പൊ കണ്ടുപിടിക്കാന്ന്. അപ്പൊ പലരും വന്നിട്ട് ഇയാളെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെടുത്തി നോക്കുന്നുണ്ട്, സന്തോഷിപ്പിച്ച് നോക്കുന്നുണ്ട്. അയാൾ എല്ലാത്തിലും വളരെ വിദഗ്ധമായി അവർ ചോദിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉത്തരം പറഞ്ഞ് അതേ ഭാഷ സംസാരിച്ച് അയാൾ വളരെ ക്ലെവർ ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ആർക്കും അയാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ, അല്ലെങ്കിൽ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു ഭാഷ, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ അവർ വളരെ കുഴങ്ങി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് രാജാവിന്റെ വിദൂഷകൻ രാജാവിനോട് പറയുന്നുണ്ട്, രാജാവെ, ഒരു ദിവസം എനിക്ക് സമയം താ, ഞാൻ നാളെ വന്നിട്ട് പറയാമെന്ന്. അങ്ങനെ രാജാവ് സമ്മതിച്ചു. ഈ വന്നിരുന്ന ആള് സമ്മതിച്ചു. അങ്ങനെ അവര് തിരിച്ചുപോയി. അന്ന് രാത്രി ഇയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ വിദൂഷകൻ എന്ത് ചെയ്തു എന്നറിയോ? കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് അയാളുടെ മേത്തൊഴിച്ചു. ആ സമയത്ത് അയാള് ഉണർന്നിട്ട് വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുകയും അയാൾ ഒച്ച വയ്ക്കുകയും ഒക്കെ ചെയ്തു. വിദൂഷകനെ അയാൾ കണ്ടൂല. അയാൾ തിരിച്ചും കിടന്നുറങ്ങി, വിദൂഷകൻ തിരിച്ചും പോന്നു. പിറ്റേന്ന് രാവിലെ രാജ്യസഭ കൂടിയപ്പോ വിദൂഷകൻ ഇതേപോലെ പറയുന്നുണ്ട്, ഇയാളുടെ ഭാഷ ഇന്നതാണ്, ഇയാൾ ഇന്ന നാട്ടുകാരനാണ്, ഇയാൾ ഇന്നതാണെന്നൊക്കെ അയാൾ വിദൂഷകൻ പറയുന്നുണ്ട്. അപ്പോ അയാളും അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെയാണ് കണ്ടുപിടിയത്, ഇതെങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്നൊക്കെ. അപ്പോ രാജാവ് ചോദിച്ചു, രാത്രി അയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ അയാളുടെ മീത്ത് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. ആ സമയത്ത് അയാൾ ഞെട്ടി എഴുന്നിട്ട് അയാൾ പറഞ്ഞ ഭാഷ അത് അയാളുടെ സ്വന്തം ഭാഷയാണ്. അയാൾ സംസാരിച്ച രീതി, അയാളുടെ രീതി, ഇതൊക്കെയാണ് അയാളുടെ സ്വഭാവം, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതാണ് യഥാർത്ഥത്തിൽ അയാള്. അപ്പോ നമ്മൾ ആരുമില്ലാത്തപ്പോൾ എന്നല്ല, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിയായ രൂപം നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളെ കൃത്യമായി നിർവചിക്കാൻ പറ്റും. അതുകൊണ്ട് ആരും കാണാതിരിക്കുന്ന സമയത്ത് ഓൺലൈൻ ചാറ്റ് ചെയ്യുമ്പോൾ ഒരാളോട് കൃത്യമായും വ്യക്തമായും ഉത്തരം പറയാനും അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാനുമായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം ഒഴിവാക്കിയാൽ തന്നെ അവരും നമ്മുടെ പാത തീർച്ചയായിട്ടും പിന്തുടരും. ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മോശം കമന്റ് ഇടുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്തിനാണാവോ ഇത്രയധികം ചെയ്യുന്നതെന്ന്. നമ്മുടെ കുട്ടികളും ഓപ്പൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മുടെ കുട്ടികളും ഒക്കെ ഇത് കണ്ടിട്ട് തന്നെയാണ് വളർന്നു വരുന്നത്. അപ്പൊ നമ്മൾ അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കാണിച്ചു കൊടുക്കേണ്ടത്? അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഒരാളെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ശരിയാണോ എന്നറിയാതെ, എന്ന് നോക്കാതെ അത് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അത് ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാകരുത്. സാധാരണ നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ ചീത്ത കാര്യങ്ങളാണ് ഇത്തരത്തിൽ കൂടുതൽ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ ഡിജിറ്റൽ എത്തിക്സ് എന്ന വിഭാഗത്തിൽ നമുക്ക് പെടുത്തി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരു ഫോണിന്റെ പാസ്വേഡ് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ക്യാരക്ടറിന്റെ ഡിജിറ്റൽ പാസ്വേഡ്. ഡിജിറ്റൽ ലോകത്ത് മാന്യതയും ദയയും ഉള്ളവരായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒപ്പം നമ്മുടെ കുട്ടികളെയും നമ്മൾ അതിന് പരിശീലിപ്പിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ലോകത്താണ് കുട്ടികളുള്ളത് എന്നതുകൊണ്ട് ഇതിന് പ്രത്യേക ശ്രദ്ധ തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയാണ് വ്യക്തിത്വത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് നോക്കിയാലോ. ഞാൻ ഒരു കഥ കൂടെ പറയട്ടെ. കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? മേഡം പറയൂ. കഥകള് കേട്ടിട്ട് ഒരുപാട് കാലമായി. കഥകൾ പുതിയ പുതിയ കഥകൾ വരട്ടെ. ഒരിക്കല് ഒരു യുവാവ് ഒരു മലമുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ജ്ഞാനിയായ ഒരു വൃദ്ധനെ കാണാൻ പോയി. ആ യുവാവ് ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. എല്ലാവരും പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, സ്വന്തമായി ഒരു നിലപാടില്ലാത്ത അവസ്ഥ. ഇത്തരത്തിലുള്ള ആളുകള് നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് അല്ലേ? അതൊന്നും വ്യത്യാസമല്ല. അപ്പൊ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ ഒരു രീതിയിൽ കൂടെയാണ് കടന്നു പോവുക. അപ്പൊ നമ്മുടെ യുവാവ് എത്തിയ സമയത്ത് ആ വൃദ്ധൻ എന്തോ ചെയ്തു എന്നറിയോ? അയാളെ ഒരു പഴയ കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ കെട്ടിടത്തിന്റെ ചുവരുകൾ മുഴുവൻ വ്യത്യസ്തമായ കണ്ണാടികൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ചില കണ്ണാടികൾ നോക്കിയപ്പോ അയാൾ ഭയങ്കര സുന്ദരനായിട്ട് തോന്നി. ചിലത് കാണിച്ചപ്പോഴോ ഭയങ്കര വികൃതമായിട്ടിരിക്കുന്നു. ചിലതില് അയാൾ വളരെ വലുതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ചിലതിൽ അയാളുടെ കണ്ണുകൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ചിലത് മൂക്ക് നീണ്ട്, മുടി പരന്ന്, പല രീതിയിൽ. അയാൾ നോക്കുന്ന ഓരോ കണ്ണാടിയിലും അയാൾ വേറെ വേറെ രൂപങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അയാളുടെ ശരിയായ രൂപം അയാൾ കണ്ടില്ല. അപ്പോ വൃദ്ധൻ അയാളോട് പറഞ്ഞു, മോനെ, ഈ കാണുന്ന കണ്ണാടികള് പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. നിന്നെ കുറിച്ച് സമൂഹം പറയുന്ന കാര്യങ്ങൾ. ഓരോരുത്തരും നിന്നെ ഓരോ രീതിയിലാണ് കാണുന്നത്. നീ ആരുടെയൊക്കെയോ അഭിപ്രായത്തിനനുസരിച്ച് നിന്റെ രൂപം മാറ്റാൻ ശ്രമിക്കുന്നുവോ, അപ്പോഴൊക്കെ നിന്റെ യഥാർത്ഥ മുഖം നിനക്ക് നഷ്ടപ്പെടും. പിന്നീട് അദ്ദേഹം അവനെ ഒരു ചെറിയ കുളത്തിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെള്ളം വളരെ തെളിമയുള്ളതായിരുന്നു. അതിലേക്ക് നോക്കിയപ്പോൾ ആ യുവാവ് തന്റെ യഥാർത്ഥ മുഖം മാത്രം കാണാൻ കഴിഞ്ഞു. വേറെ രൂപവ്യത്യാസങ്ങളൊന്നുമില്ല. അയാളെ തന്നെ ശരിക്കും തിരിച്ചറിഞ്ഞത് അവിടെയാണ്. അപ്പൊ വൃദ്ധൻ അയാളോട് പറഞ്ഞു, ഇതാണ് നിന്റെ ഉള്ളിലെ സത്യം. സമൂഹം നിന്നെ എങ്ങനെ കാണുന്നു എന്നത് നീ തീരുമാനിക്കുന്നതല്ല. പക്ഷെ നിന്റെ ഉള്ളിൽ നീ ആരാണെന്നത് നീയാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണാടികളിൽ നോക്കി ജീവിക്കണോ, അതോ സ്വന്തം മനസാക്ഷി എന്ന തെളിയിൽ നോക്കി ജീവിക്കണോ? എന്താണ് നിന്റെ ലക്ഷ്യം? എന്താണ് നിന്റെ ധാർമ്മികത? എന്താണ് നിന്റെ എത്തിക്സ്? നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ് എടുക്കുക? നിങ്ങൾ ഇതിൽ എന്ത് തീരുമാനിക്കും? സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കി അതിൽ മുന്നോട്ട് പോവോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവോ? എന്താണ് ചെയ്യുക? ഇതിൽ ഏതാണ് നിങ്ങൾ? മേഡം, പൊതുവെ സമൂഹത്തിലുള്ള കുറച്ച് അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. മുഴുവനായിട്ടും എന്ന് പറയേണ്ട അത് നമ്മളെ ജീവിതത്തിൽ അവർ പറയുന്നത് എന്താ അതേപോലെയല്ല. പിന്നെ കുറച്ച് നമ്മൾ അതിൽ എന്ന് പറയേണ്ട ശ്രദ്ധിച്ചിട്ട് എന്ന് പറയേണ്ട കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് പറയേണ്ട, അത് ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷെങ്കിൽ സമൂഹത്തിന്റെ പൊതുവെച്ചുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ എന്ന് പറയേണ്ട രാഷ്ട്രീയം, മതം, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ അതിനെ എതിർത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അവരെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം, അല്ലെ? എല്ലാം കേൾക്കണം. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, നമ്മുടെ സാഹചര്യം നോക്കണം, നമ്മുടെ സമൂഹത്തെ നോക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ
നിലപാടുകളെല്ലാം നമ്മൾ നോക്കണം. പക്ഷെ ആ ആ അതൊക്കെ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതാവരുത്. ആ അതെ. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങി നമ്മൾ എപ്പോഴെങ്കിലും സ്വന്തം താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പലർക്കും പലപ്പോഴും അത് തന്നെയാണ് ചെയ്യേണ്ടി വരാറ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങിയിട്ട് നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കും, അല്ലെ? അത്തരത്തിൽ സ്വന്തം താല്പര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പുതുതലമുറയെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? നല്ല കാര്യമല്ലേ അത്? സ്വന്തം വ്യക്തിത്വത്തെ എല്ലാം കേൾക്കണം, കേൾക്കണ്ടെന്നൊന്നും പറയുന്നില്ല. കേൾക്കുക, തീരുമാനങ്ങളെല്ലാം സ്വന്തം അവന്റേതായ നിലപാടിൽ നിന്ന് ഉറച്ചു നിന്ന് എടുക്കാനായിട്ട് നമുക്ക് അവരെ പരിശീലിപ്പിക്കാം. ചെയ്തൂടെ? അതേ വേണം, അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ മുന്നോട്ട് പോവുക. മറ്റുള്ളവരെ എന്താ പറയണ്ട എതിർക്കാൻ പോകണ്ട. അവര് എന്താ പറയണ്ട പല കാര്യങ്ങൾ പറയും, പക്ഷേ അവരെ എതിർക്കാനും പോകണ്ട. എന്താ പറയണ്ട നമ്മളെ ഐഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക്. അവരെ വെറുപ്പിക്കാണ്ട് അവരുമായിട്ട് സ്നേഹത്തിൽ തന്നെ, പക്ഷേ അവർ പറയുന്ന പോലെ ജീവിക്കാണ്ട, അങ്ങനത്തെ രീതി. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടേറിയ ചില കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയം ഉണ്ടാവില്ലേ? അഭിപ്രായമാണോ അത് മനസ്സ് ശരിയെന്ന് പറയുന്നതാണോ നമ്മൾ പിന്തുടരുന്നത്? എന്തിനാണ് നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുക? നമ്മുടെ കുട്ടികളെ ചിലപ്പോ പകച്ചു നിൽക്കുന്നുണ്ടല്ലോ, ആ കോഴ്സിന് പോണോ, ഈ കോഴ്സിന് പോണോ, എന്താണ് ചെയ്യേണ്ടത്? അത്തരത്തിൽ ചിലപ്പോ നമ്മൾ അവരെ സഹായിക്കാറില്ലേ? ഇന്നത് വേണം, ഇന്നതെന്ന്. അപ്പൊ അവന്റെ ഉള്ളില് അറിഞ്ഞിട്ടാണോ നമ്മൾ അവരെ സഹായിക്കാറ്? അവന്റെ മനസ്സ് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ടോ പാരന്റ്സ് എന്ന രീതിയിൽ? നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. കൗമാരത്തിലെടുക്കുന്ന ചില ചെറിയ തീരുമാനങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഭാവിയിൽ നമ്മൾ എന്തായി തീരും എന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ചില കുട്ടികളുണ്ട്, കണ്ടിട്ടില്ലേ, എന്റെ കൂട്ടുകാരൻ അതിന് പോണു, അതുകൊണ്ട് ഞാനും അങ്ങനെ, എല്ലാവരും ആ കോഴ്സിനല്ലേ ചേരുന്നത്, അതുകൊണ്ട് ഞാനും അതിന് ചേരാം. അവൻ അവന്റേതായ ഒരു തീരുമാനം ഇല്ലാതിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവൻ അവന്റേതായ തീരുമാനം, അവൻ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അത് അവന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ പാരന്റ്സ് ആണ്. രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണത്. എല്ലാവരും പോകുന്നു, ഞാനും അതിനൊപ്പം പോവാം, അങ്ങനെയല്ല. എന്റെ കൂട്ടുകാരൻ അതിന് പോകുന്നു, ഞാനും പോകുന്നു. അത്തരത്തിലൊരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ കുട്ടികളെ അനുവദിക്കരുത് എന്നല്ല, പ്രേരിപ്പിക്കരുത്. അവർക്ക് അവരുടേതായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുക. നമ്മൾ അത്തരത്തിൽ വേണം അവരെ വളർത്തിയെടുക്കാൻ. മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളായ കണ്ണാടികൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കത്തില്ല. സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവന്റെ എത്തിക്സ് അവനെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന രീതിയിലായിരിക്കണം അവന്റെ വളർച്ച ഉണ്ടാവേണ്ടത്. നമ്മളിപ്പോ എല്ലാവരും അത്യാവശ്യം അവരവരുടേതായ, എനിക്കറിയില്ല ഏജ് ഗ്രൂപ്പ് എന്താണ് ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങളൊക്കെ ഒരു അത്യാവശ്യം ജീവിതത്തിൽ സക്സസ് ആയിട്ടൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. കുട്ടികളാണെങ്കിൽ പോലും അവരുടെ കോഴ്സൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്നവരായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റുന്ന ഒരു ഉത്തരവുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങാതെ നിങ്ങൾ സ്വന്തമായി എടുത്ത ഒരു തീരുമാനം അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു. അത്തരത്തിലുള്ള ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? ആരെങ്കിലും ഒന്ന്. ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇപ്പോ ഈ സ്ഥിതിയിൽ ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ അന്ന് ആ ഒരു കോഴ്സ് എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ +2 കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവർ പറയും, ഞാൻ അന്ന് സയൻസ് എടുത്തത് കൊണ്ട് എനിക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ പറ്റി, സയൻസ് എന്നെ ഒരുപാട് സഹായിച്ചു, അല്ലെങ്കിൽ മാത്സ് ആണ് എന്റെ ഇഷ്ട വിഷയം, അതുകൊണ്ടാണ് ഞാനിപ്പോ കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ട് അറിയോ മാഡം. ഒരുപാട് ആൾക്കാരുള്ള ഒരു മീറ്റിംഗില് ഒരു അംഗനവാടി ടീച്ചറായ ഞാൻ അപമാനിക്കപ്പെട്ടു. കേൾക്കണം. അപ്പോ അവിടെ തെറ്റെന്റേതല്ല, വേറൊരാളുടെ ആയിരുന്നു.
പക്ഷെ ജനങ്ങളും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എന്നെയാണ് തെറ്റിദ്ധരിച്ചത്. ബട്ട് ഞാൻ എൻ്റെ പൊസിഷനിൽ നിന്നു. ഞാൻ കേസാക്കുമെന്ന് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറഞ്ഞു ചെയ്ത് വെച്ചു. അതിനും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി. പക്ഷെ എല്ലാവർക്കും പിന്നീട് അത് ബോധ്യമായി. ഞാൻ എൻ്റെ നിലപാട് തുടർന്നു പോകും. അപ്പൊ മാമിന് മനസ്സിലായി അല്ലെ? സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ, ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ എന്തായാലും വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം മാമിന് മനസ്സിലായി അല്ലേ? ഓക്കെ. അത്തരത്തില് നമ്മുടെ സ്വന്തം നിലപാടുകൾ, അപ്പൊ നമുക്കൊരു മനസാക്ഷി, ഒരു കുത്തോ ആ സർ ഞാ- ഞാനേ പറയൂ. ആ, ഞാൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഡോക്ടറാണ്. അപ്പോഴേ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള അതിന് പറയാം. ഞാൻ ഓക്കെ, പറയൂ സർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ അധ്യാപകനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്ന് 40 വയസ്സായപ്പോൾ MBBS എല്ലാം കംപ്ലീറ്റ് ചെയ്തത് 23 വയസ്സിൽ, MD 27, 40 വയസ്സിൽ എനിക്ക് ഒന്ന് വിദേശത്ത് പോയി ഹയർ എഡ്യൂക്കേഷൻ, ഇംഗ്ലണ്ടിൽ പോയി MRCP, അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ ബോർഡൊക്കെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ എൻ്റെ കൂട്ടുകാരും എന്നെ പഠിപ്പിച്ച സാറന്മാരും ബാക്കി എല്ലാവരും എനിക്ക് വട്ടാണെന്നാണ് പറഞ്ഞത്. ഈ 40 വയസ്സിലാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്, ഇത് ഇനി നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ. എനിക്ക് വട്ടെന്ന് പറഞ്ഞ് കളിയാക്കി. എന്നെ എൻകറേജ് ആയിട്ട് ആരും ഇല്ലായിരുന്നു. ഓൾ ഓഫ് ദം ഡിസ്കറേജ് മീ. ഐ സിംപ്ലി ഇഗ്നോർഡ്. ഞാൻ എൻ്റെ കഴിവിൽ എനിക്കുള്ള വിശ്വാസവും എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ പോയി എല്ലാ പരീക്ഷയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. MRCPയും അത് ക്വാളിഫിക്കേഷൻ എടുത്തു. അമേരിക്കൻ ബോർഡായിട്ട് ഇപ്പം അമേരിക്കയിലാണ്. അപ്പോൾ ഇത് തന്നെയാണ് പ്രൂഫ്. അതായത് മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ചല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മിക്കവരും വി വോണ്ട് ബി ഏബിൾ ടു സക്സീഡ്. സ്വന്തമായിട്ട് ആ ഒരു ഉറച്ച നിലപാടെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോയി. ദിസ് എ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലാണ് നമ്മൾ വേണ്ടതെന്ന് നമുക്ക് തോന്നുന്നില്ലേ? ഇത്തരത്തിലല്ലേ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്? അവരുടെ തീരുമാനം അവരുടെ ഇതിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള സപ്പോർട്ട് കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുക. അവർക്ക് പറക്കാൻ ചിറകുകൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരു പാരന്റ്സ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെ? അവര് വഴക്ക് പറയുന്നുണ്ടാവാം, ചീത്ത പറയേണ്ട സമയങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവരുടെ ചിറകുകൾ എവിടെയാണ്, അല്ലല്ലേ, അവരുടെ എവിടേക്കാണ് അവർ പറക്കേണ്ടത്? ആ മാതൃക നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികളാണെങ്കിലും ഇത് കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ ഒരു നിലപാട് നിങ്ങളുടെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എനിക്ക് ഇന്നതാണ് വേണ്ടത്. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നിർബന്ധിക്കുന്നുണ്ടാവും പല കാര്യങ്ങൾക്ക്. അതല്ല വേണ്ടത്, എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് പറയാനുള്ള ആർജവം മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ റാണി വിനോദ്ജി? പറയൂ. തെറ്റിദ്ധരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. നിങ്ങൾക്ക് പിള്ളേരുണ്ടോ? എനിക്കൊരു മോളുണ്ട്. എത്ര വയസ്സായി? അവൾക്ക് 23 വയസ്സായി. എന്താണ് ഇപ്പോൾ കരിയർ? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവള് കാലിഫോർണിയയില് മാർക്കറ്റിംഗ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഗുഡ്. എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചത് ഒരിക്കൽ പോലും ഞാൻ അവളെ കൂടെ ഇരുന്ന് ഒരിക്കൽ പോലും ഞാൻ അവളെ പഠിപ്പിച്ചിട്ടില്ല. അവൾക്ക് പഠിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അത്തരത്തിലൊരു സ്കൂൾ അവിടെ തെരഞ്ഞെടുത്ത് അവളെ അവിടെ കൊണ്ടുവന്ന് ആക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നാട്ടിൽ എന്ത് പഠിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്? കാലിഫോർണിയയിൽ അവള് 10ാം ക്ലാസ്സിലാണ് അവൾ ആദ്യമായിട്ടുള്ള ഒരു ബോർഡ് എക്സാം, അല്ലാതെ ഒരു എക്സാം പോലും അവൾ അറ്റൻഡ് ചെയ്യാതെ 10ലാണ് അവൾ ആദ്യത്തെ അവളുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. +1, +2, +3 കഴിഞ്ഞതിന് ശേഷം അവളുടെ സ്വന്തം അവളുടെ ഇഷ്ടപ്രകാരം അവള് സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തി അപ്ലൈ ചെയ്ത് അവളുടെ സ്വന്തം പരിശ്രമത്തിലാണ് അവളിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ഫൈനാൻസ് ചെയ്യുക എന്നുള്ളത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. എന്റെ മോള് നേടിയെടുത്ത കാര്യങ്ങളെല്ലാം അത് അവളുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. ഞങ്ങളെ സപ്പോർട്ട് ഇല്ല എന്നല്ല പറയുന്നത്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇവർ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. ആരെങ്കിലും ഞാൻ എല്ലാം എന്റെ സ്വന്തം ഇതുകൊണ്ടാണ് മല മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വെറും ഇതാണ്.
ഇതിൽ പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു അല്ല, ഞങ്ങൾ 90% സപ്പോർട്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അതിനാവശ്യമുള്ള എക്സാക്ട്ലി സപ്പോർട്ട്, മോറൽ അവർക്ക് വേണ്ട സപ്പോർട്ട്. സാധനങ്ങൾ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല ബാക്കിയെല്ലാം അവളുടെ കഴിവുകൊണ്ട് അവൾ അല്ല അല്ല നേടിയെടുത്തതാണ്. അല്ല അതിനകത്തൊന്നും ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് അവകാശവും മാത്രമില്ല. ഞങ്ങൾക്കില്ല. അല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ല, മോറൽ സപ്പോർട്ട്. ദാറ്റ് വൺ എൻകറേജ്മെന്റ് ഉണ്ട്. ഐ ആം ഹിയർ ബിഹൈൻഡ് യു, ഗോ ഹെഡ്. അതെ, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തീർച്ചയായിട്ടും. ആയിട്ടുള്ളത്. അതെ, അതില്ലാതെയാണ് എന്ത് ഒരുപാട് പേര്. എന്ത് എന്ത് വാചകം വന്നാലും അവളുടെ വാക്കുകൾ ആദ്യം ഞങ്ങൾ കേൾക്കാറുണ്ട്. എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഉണ്ടായത് എന്നുള്ള അവളുടെ വാക്കുകൾ ആദ്യം കേൾക്കാൻ ഞങ്ങൾ തയ്യാറാവാറുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ അവളെ അത്തരത്തിലുള്ള ഒരു സ്കൂളിലാക്കിയപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ പാരന്റ്സ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരുപാട് പഴികൾ കേൾക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാക്കുന്നു. 10ാം ക്ലാസ് വരെ ഒരു എക്സാം എഴുതാതെ ഒരു കുട്ടി എങ്ങനെ പഠിക്കുന്നത് എങ്ങനെയാ മനസ്സിലാവുക നിങ്ങൾക്ക്? എക്സാമിന്റെ മാർക്ക് വേണ്ടേ? മാർക്കില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ അതെങ്ങനെ സാധിച്ചു? ചോദിച്ചിട്ടുണ്ട് അല്ല ഒരുപാട് പേര്. അതെങ്ങനെ സാധിച്ചു? 10ാം ക്ലാസ് വരെ ഒന്നും എക്സാം ഇല്ലാതെ എവിടെ പഠിപ്പിച്ചു നാട്ടില്? അവള് കേംബ്രിഡ്ജ് സിലബസ് ഇല്ല, നാട്ടിലല്ല, ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ഇവിടെ ആ ഒരു നമ്മശാല എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ഉം നമ്മുടെ കരിക്കുലം നമ്മുടെ പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ രീതിയിലാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. കേംബ്രിഡ്ജ് ഉം യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു, ഉം അവിടെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അവർക്ക് 10th ഉം വരെ എക്സാം എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉം പക്ഷെ എങ്ങനെയാണ് ഓരോ ഓരോ കൊല്ലം ഗ്രേഡ് അവർ അനുസരിച്ച് അസസ് ചെയ്യുന്നത്? അല്ല, ഓരോ കൊല്ലം അവർ എങ്ങനെ അസസ് ചെയ്യും അടുത്തതിലോട്ട് പോകാനായിട്ട്? അടുത്തതിനോട്ട് അവർക്ക് കൊടുക്കുന്ന വർക്കുകളുണ്ട്. അവർ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതികളുണ്ട്. അതിനകത്ത് നോട്ടും ടെസ്റ്റും ബുക്കുകളും ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഫോർമൽ ടെസ്റ്റ് കാണത്തില്ലായിരിക്കാം. ആദ്യം കൊടുത്തത് പക്ഷെ ചപ്പാത്തി അല്ല കൊടുക്കാനും ഒക്കെ അവരുടെ അല്ല അല്ല ഫോർമൽ ടെസ്റ്റ് ഇല്ലെങ്കിലും they were continuously monitored by the teachers and they were promoted to the next അതെ class. അങ്ങനെയാ? അതെ. അതെ, തീർച്ചയായിട്ടും. ആ 1:8 എന്ന പ്രൊപ്പോർഷനിലാണ്. ഒരു ടീച്ചറിന് 8 കുട്ടികളെ മാത്രമാണ് അവർ കൊടുത്തിരുന്നത്. ആ 8 കുട്ടികളുടെ ഓരോ ശ്വാസം പോലും ആ ടീച്ചേഴ്സിന് തിരിച്ചറിയായിരുന്നു. Okay, then you don't need a test. അത് മതി. അതാണ് യെസ് അതുണ്ട്. Yes, they were closely being monitored and assessed. അത് അസസ്മെന്റ് നടന്നു. പലപ്പോഴും ആ പലപ്പോഴും ഞങ്ങളും ഇതിനൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓരോ പെർഫോമൻസ് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ എഴുതി തീർത്തില്ല എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് ഞങ്ങൾ അവളെ ഓരോ ടെസ്റ്റിനും കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലും അവള് സ്വയം അപ്ലൈ ചെയ്ത് നമ്മൾ പറയുന്നില്ല, ചെയ്തു. അപ്പൊ അവളെ നേടിയെടുത്തത് അവളുടെ കഴിവുകൊണ്ട് തന്നെയാണ്. നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പോ നമ്മള് ചെയ്യുക. എനിക്ക് കോൺഫിഡൻസോടുകൂടി പറയാൻ കഴിയുന്ന കാര്യം അതാണ്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മറ്റുള്ളവരുടെ കേട്ടിട്ടല്ല, ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അവർ നമ്മളെക്കാൾ മാത്രമല്ല ഒരുപാട് കഴിവുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിവുള്ളവരാണ്. ഒന്ന് പറത്തി വിടാൻ തയ്യാറായാൽ ഈ ലോകം തന്നെ കീഴടക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ നമ്മൾ എല്ലാ പാരന്റ്സും അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോ നമ്മുടെ കുട്ടികളെ സ്വന്തമായ അഭിപ്രായം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ സ്വന്തം നിലപാടുകൾ തീരുമാനിക്കാനും ഒക്കെ നമ്മൾ സഹായിക്കുക. അപ്പോ നമ്മുടെ ജീവിതമാകുന്ന കപ്പല് ശക്തമായ കൊടുങ്കാറ്റിലും മുലയാതെ മുന്നോട്ട് മൂല്യങ്ങളാകുന്ന റഡാറുകൾ എപ്പോഴും കൂടെ ഉണ്ടാകണം. ഈ സെഷനിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉപകരിക്കുമെങ്കിൽ അല്ലെങ്കിൽ എന്നെ കേട്ടിരിക്കാൻ കാണിച്ച ഈ ഒരു വലിയ മനസ്സിന് എല്ലാവർക്കും നന്ദി. സ്റ്റേ സേഫ്, സ്റ്റേ വാല്യുബിൾ. താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതോ മേഡം ഇപ്പൊ പറഞ്ഞ എല്ലാ കുട്ടികൾക്കും ഒരു കഴിവും എന്താ പറയണ്ട ഓരോ തെരഞ്ഞെടുക്കാനോ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കുട്ടികളെ മെമ്മറി പവർ, കോൺഫിഡൻസ്, അതിലൊക്കെ ഒരുപാട് നമ്മളിപ്പോൾ ഒരു ക്ലാസ് കാണുന്നില്ലേ, നല്ലോണം പഠിക്കുന്ന കുട്ടികൾ, ഒരു എന്താ പറയണ്ട കൂടുതലൊന്നും ഇത് എന്താ പറയണ്ട മെമ്മറി എല്ലാം കുറവായിട്ടുള്ള ബാക്ക് ബെഞ്ചിലിരുന്ന കുട്ടികൾ,
അപ്പോൾ അങ്ങനെ ഒരു മിഡിൽ ടൈപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറയേണ്ട അവർക്ക് ഓരോ കാര്യങ്ങളും എന്ന് പറയേണ്ട ഇതായിട്ടുള്ള ഈ രീതിയിലുള്ള ഓരോ കാര്യങ്ങളും അറിവ് പകർന്നു കൊടുക്കണം. അപ്പൊ ആ രീതിയിലുള്ള സംഭവങ്ങൾ വേണം. ഓൾറെഡി നമ്മൾ എല്ലാവർക്കും കഴിവുണ്ട്, അപ്പൊ അവരങ്ങനെ ചെയ്യും. അക്കാഡമിക് മാത്രമല്ല സാർ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ ഒരുപാട് കരിയറുകൾ അവർക്കുണ്ടാവും, ഒരുപാട് കഴിവുകൾ അവർക്കുണ്ടാവും. അക്കാഡമിക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അവരുടെ കഴിവുകൾ കണ്ടെത്തേണ്ടത് നമ്മൾ പാരന്റ്സ് അല്ലേ? അതിന് പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മൾ പാരന്റ്സ് ആണ്. അതുകൊണ്ട് എല്ലാവരും പോകുന്ന വഴിയെ നീയും പോകൂ എന്ന് പറയുന്നതിനോടൊപ്പം അവരെ ഒന്ന് കണ്ടെത്താൻ കൂടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്റെ കുട്ടിക്ക് എന്താണ് കഴിവ് കൂടുതൽ, അല്ല അവരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ റെഡിയാക്കി എടുക്കണോ? അങ്ങനത്തെ രീതിയിൽ എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞ കുട്ടികൾ അവരെ കേൾക്കാൻ തയ്യാറാവുക. ആദ്യം തന്നെ അവരെ നമ്മൾ കേൾക്കാൻ തയ്യാറാവുക. അവരെന്താണോ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ കുട്ടിയെ അസസ് ചെയ്യേണ്ടത്. നമ്മൾ അവരോട് തന്നെ ചോദിക്കുക, മോൻ എന്താണ് പറ്റിയത്, അല്ലെ മോൻ എന്താണ് വേണ്ടത്, മോൻ എന്താവാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറഞ്ഞപ്പോ മോൻ എന്താ തോന്നിയത്, മോന് ദേഷ്യം തോന്നിയോ, എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ. അതുപോലെ അവര് വന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ തുറന്ന മനസ്സോടെ നമ്മൾ കേൾക്കുക. ചിലപ്പോ നമുക്ക് പാരന്റ്സ് എന്ന രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നത് അവര്. പക്ഷെ അത് കേൾക്കുക. മുഴുവനായി കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞു കൊടുത്തു നോക്കൂ, മോനെ അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ച് കഴിയുമ്പോ ചിലപ്പോ മോൻ പറഞ്ഞ പോലെ ആകുമായിരിക്കും. ഇപ്പോ ഒന്ന് അമ്മ പറയുന്നത് കേൾക്കുവോ എന്ന് ചോദിച്ചാൽ മതി. ആ ഒരു ടോണിൽ തന്നെ ചോദിക്കണം എന്ന് പറയേണ്ട. കുട്ടികൾക്ക് എപ്പോഴും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു രീതി അല്ലാണ്ട് നല്ല സ്നേഹത്തോടെ നല്ലൊരു ആ സമയത്ത് അവരെ മൈൻഡും നല്ല രീതിയിൽ ഒരു ഇതായിട്ടുള്ള സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അതിനോട് മുന്നോട്ട്. അത് തന്നെ സാർ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആ മൊബൈല് നമ്മൾ വരുമ്പോൾ, കുട്ടികൾ വരുമ്പോൾ മൊബൈൽ കയ്യിൽ പിടിച്ച് ഉത്തരം പറയാതെ അതൊന്ന് മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ എന്താ മോനെ ചോദിച്ചത്, എന്താ മോനെ വേണ്ടത്. അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും അതേപോലെ തന്നെ എന്താ വേണ്ടത്, എന്താ പ്രദീപേ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര പ്രായമായി? നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ പ്രദീപേ? ഒന്ന് മുഖം നോക്കട്ടെ. മേഡത്തിന്റെ ഈ സെക്ഷൻ കഴിയട്ടെ, നമുക്ക് നേരിട്ട് സംസാരിക്കാമല്ലോ. സാറിന് നമ്പർ തന്നാൽ മതി, നമുക്ക് നേരിട്ട് ഒരുപാട് ഗ്രൂപ്പിൽ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയണം. ഒന്നാമത്തെ കാര്യം, ഓരോ കുഞ്ഞും ഫോർ യുവർ ഇൻഫർമേഷൻ, അവർ കുഞ്ഞുനാളിൽ തന്നെ അവരുടെ ഹിഡൻ ടാലൻസ്, അവരുടെ ഇൻട്രസ്റ്റ് അവർ ഡിസ്പ്ലേ ചെയ്യും. അത് ഈ പാരൻസ് അന്ന് തന്നെ നോക്കിയിട്ട് അതിലോട്ട് ഗൈഡ് ചെയ്യണം. ഒരു കൊച്ചു കുട്ടി എടുത്ത പേനയും പേപ്പറും എല്ലാം എടുത്ത് അവിടെ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഇൻ ഡ്രോയിങ് ആ ഇതിലുണ്ടെന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോഴും നല്ലൊരു പാരൻസ് കുറേ പേര് എന്തെന്നറിയാം, ഒരു അടിയെ കൊടുത്ത് അതിനെല്ലാം പിടിച്ച് മാറ്റി വയ്ക്കും. നീ അവിടെ ഇവിടേക്കെല്ലാം കുത്തി കീറുമെന്ന് പറഞ്ഞു. അതേപോലെ പെൺകുട്ടികൾ കാണിച്ചാൽ ചിലർ അടുക്കളയിൽ വന്നിട്ട് കൂടെ വന്ന് കുക്ക് ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കും. നീ ചെന്നിരുന്ന് പഠിക്ക്. ആ ഇൻട്രസ്റ്റ് ടാലന്റ് കാണിച്ചു കഴിഞ്ഞു അവർ അതിലോട്ട് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉഗ്രൻ കാറ്ററിംഗിലോട്ടായിട്ട് ഷെഫ് ആയിട്ട് ദേ വിൽ ബി വെരി സക്സസ്ഫുൾ. അങ്ങനെ ഓരോന്നും കുട്ടി കളിക്കാനുള്ള താല്പര്യമുണ്ട്. ഇന്നത്തെ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെക്കാളും യങ്ങർ ഏജിൽ 15-ാമത്തെ വയസ്സിൽ കയറിയിട്ടില്ല വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്, അവന് 15 വയസ്സാണ് ഇപ്പോഴും. അവന് കുട്ടിനാൾ തന്നെ അവൻ കയറി ചിലതൊക്കെ അടിക്കുന്നത് കണ്ടപ്പോൾ അവന് അച്ഛന് മനസ്സിലായി, യെസ് അവൻ അതുണ്ടെന്നൊക്കെ. 5-ാമത്തെ വയസ്സിൽ തന്നെ അവന് അതിലോട്ട് കൊണ്ടുപോയിട്ട് അവൻ ക്രിക്കറ്റിൽ നൗ ഹി ഹസ് ബിക്കം. ഇതൊക്കെയാണ് പാരൻസ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇത് ചെയ്യാതിരുന്നേച്ച് നമ്മൾ കയറി എല്ലാം. അതുകൊണ്ട് പ്രദീപ് ജി, നിങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പറയുന്നത് തലയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കയറട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. എവരി ചൈൽഡ് ഡിസ്പ്ലേസ് അവരുടെ കഴിവ്. നമ്മള് താരേ സമീൻ പറഞ്ഞുള്ള ആ പിക്ചർ ഉണ്ടല്ലേ, ഒരു പിക്ചറിൽ കണ്ടിന്, ഹിന്ദി പിക്ചറിൽ അമീർ ഖാന്റെ ഒരു പിക്ചർ, ചെറിയ കുട്ടീന്റെ എന്തൊക്കെയോ ആ സംഭവത്തിൽ അതാണ് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ട് കാണിക്കുന്നത്. അതൊക്കെ സിനിമ കണ്ട് കൈയടിച്ചേച്ച് വരും, വീട്ടിൽ വന്നിട്ട് എല്ലാം മാറും. സിനിമ കാണും, പക്ഷെ ഒന്നും തന്നെ അതിൽ നിന്ന് പഠിക്കത്തില്ല നല്ലൊരു ശതമാനം പാരൻസും. അതാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ മകനെ ഡോക്ടറായിട്ട് അവന് പുഷ്പം പോലെ ഏത് എവിടെ വെച്ചാൽ എനിക്ക് ഏറ്റവും ഡോക്ടർക്ക് നല്ല ഇൻകം കിട്ടുന്നതാണ്. NRI കോട്ടയത്തിന് നാട്ടിലെ ഏത് മെഡിക്കൽ കോളേജ് വേണം ചേർക്കാം. ഞാൻ അങ്ങനെ ഒരിക്കലും ഇതല്ല. അവൻ്റെ ആപ്റ്റിറ്റ്യൂഡും ടാലൻറ്റും കണ്ടിട്ട് ഞാൻ അവനെ ഗൈഡ് ചെയ്തിട്ട് അവൻ അവസാനം MBA അതാണ് എടുപ്പിച്ചത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. ഞാൻ ഈ പറയുന്നത് പ്രീച്ച് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നവനാണ്. നെവർ
ഞാൻ നാട്ടിൽ ഒരു 5 കൊല്ലം ഉണ്ടായിരുന്നപ്പോൾ പല സ്കൂളുകളിലും പോയിട്ട് റൈറ്റ് കരിയർ ഫോർ റൈറ്റ് റീസൺസ് എന്നുള്ള ടോക്ക് പാരൻസിനും ചിൽഡ്രനും ഹൈസ്കൂളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ക്ലിയർ ആയിട്ട്. നാട്ടിൽ മിക്കവരും പിള്ളേരെ അവർ നശിപ്പിക്കുകയാണ്. ഒരു നീറ്റ് പരീക്ഷ എഴുതി തോറ്റെന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആരുടെ കുഴപ്പമാണ്? പാരൻസിന്റെ കുഴപ്പമാണ്. ആ രാജസ്ഥാനിൽ കോട്ടയിൽ പോയിട്ട് അവിടെ ട്രെയിനിങ്ങിന് കോച്ചിങ്ങിന് പോയിട്ട് അവിടെ പരിശോധന എഴുതിയിട്ടില്ല. അവിടെ വെച്ച് 30 പിള്ളേരാണ് ഓരോ കൊല്ലം മരിക്കുന്നത്. ആരാണ്? പാരൻസ് ആണ്. ഇവരെല്ലാം സൂയിസൈഡ് അല്ല, കൊലപാതകമാണ് ഈ പാരൻസ് കാണിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഇലക്ഷൻ തോറ്റെന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഇവിടെ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? പാരന്റൽ പ്രഷർ. ഇത്രയും പറഞ്ഞാൽ നിർത്തുന്നു. നമ്മള് മുഴുവനും സർ പറഞ്ഞ പോലെ അങ്ങനെ മാറ്റാൻ പറ്റില്ല സർ. നമ്മുടെ സാഹചര്യം, നമ്മുടെ അനുഭവങ്ങള്, നമ്മുടെ സമൂഹം, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാം ഒരു പരിധികൾക്കപ്പുറം ചിലപ്പോൾ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യാം. പുതിയ തലമുറയെങ്കിലും അങ്ങനെ ആവട്ടെ. നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ കഴിയുക? അപ്പൊ നമ്മൾ ഇപ്പോ ഉള്ളവർ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. ഒരു വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പോ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്ക്യൂസ് മീ മാം, മാം ആ സ്കൂളിന്റെ കാര്യം പറഞ്ഞല്ലോ, ബാംഗ്ലൂരുള്ള ആ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. അത് ക്രിയേറ്റീവ് എന്നാണ്. ആദ്യം ഉണ്ടായിരുന്ന സ്കൂൾ ഷട്ട് ഡൗൺ ചെയ്തു. എന്ന് വെച്ചാൽ ഇതിന് എക്സ്പെൻസ് കൂടുതലാണ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിന്. ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവര് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ഒരു സാധാരണ സ്കൂളില് ഒരു ചോക്കും ഒരു ബോർഡും ഉണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാം, 2-3 ടെക്സ്റ്റ് ബുക്കും ഉണ്ടെങ്കിൽ. പക്ഷെ ഇതങ്ങനെയല്ല. എക്സ്പെരിമെന്റുകൾ കൂടെയാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുക. ഇപ്പോ നമ്മളൊരു എർത്ത് ഫോർമേഷൻ എന്ന് നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് കുറെ കല്ലും മണ്ണും ചപ്പും ചവറും എല്ലാം ഒരുക്കി വെച്ചിട്ട് അത് വെള്ളമൊഴിച്ച് ഇങ്ങനെ നമ്മളൊരു ബൗളിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഈ ബൗളിൽ ഒഴിക്കുമ്പോൾ അതിങ്ങനെ ലെയർ ആയിട്ട് കല്ല്, മണ്ണ്, ചപ്പ്, ചവറൊക്കെ വന്നിട്ട് ലെയർ ആയിട്ട് സെറ്റായിട്ട് വരുമ്പോഴാണ് ഒരു എർത്ത് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ആ ഫോർമേഷൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഒരു സാധനം വീണ്ടും ഉപയോഗിക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉള്ള സ്ഥലമായതുകൊണ്ട് അവർക്ക് ആ സ്കൂൾ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്തു. എഗെയിൻ അതിനകത്തുണ്ടായിരുന്ന കുറച്ച് പാരന്റ്സ് ഒക്കെ കൂടെ ചേർന്നിട്ട് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്കൂൾ ഫോം ചെയ്തു. അപ്പൊ എന്റെ മോള് ആദ്യം 6 ക്ലാസ് വരെ അവിടെ പഠിക്കുകയും ബാക്കി 13 വരെ 11, 12, 13 വരെ വേറൊരു അതേ സെയിം മെത്തേഡ് തന്നെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ അഡ്രസ്സ് ക്രിയേറ്റീവ് എന്നാണ്. ഞാൻ അത് വേണമെങ്കിൽ ലിങ്ക് ചെയ്തു തരാം. എന്റെ നമ്പറിലേക്ക് ഒന്ന് ഞാൻ ഇട്ട് തരാം. താങ്ക് യു മാം, താങ്ക് യു. അത്തരത്തിലുള്ള ഒരുപാട് സ്കൂളുകൾ ഇപ്പൊ ബാംഗ്ലൂർ ഉണ്ട് കേട്ടോ. അത് കൂടുതലും അത് എക്സ്പെരിമെന്റ് ചെയ്യുന്നതും അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും മലയാളികൾ തന്നെയാണ്. അത് വലിയൊരു അഭിമാനത്തിന്റെ ഒരു കാര്യമാണ്. ഒരു വർഷം എത്ര വരും ഫീസ്? ഇതേപോലുള്ള ഈ സ്കൂളുകളിൽ ഒരു 6ാം ക്ലാസ്സിലൊക്കെ വരുന്ന കുട്ടിക്ക് ഒരു വർഷം എത്ര വേണ്ടി വരും? ഒരു 6ാം ക്ലാസ് ഇപ്പൊ എനിക്ക് ശരിക്കും പറയാൻ അറിയില്ല സർ. എന്റെ മോള് 2005 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 85,000 നിയർ വരുമായിരുന്നു. ഇവർക്ക് യൂണിഫോം ഇല്ല, യാതൊരു ഇതേപോലെ സ്കൂളിൻ്റെതായ യാതൊരു ചുറ്റുവട്ടങ്ങളും ഇവർക്കില്ല. ഇപ്പോ ടീച്ചേഴ്സിനോട് പോയിട്ട് ഇപ്പൊ പറയണം, ടീച്ചറെ എനിക്കിന്ന് എനിക്ക് പഠിക്കാൻ മൂഡില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഓക്കെ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തോ. നിനക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് അപ്പൊ ഞാനിവിടെ ഉണ്ടാവും, നിനക്ക് ഇവിടേക്ക് വരാം എന്നായിരുന്നു അവർ ഓഫർ ചെയ്തിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാം ഇപ്പോ നമ്മൾ പറയാറുണ്ട് റെസ്പെക്ട് വേണം എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ന് വിളിക്കുന്നതല്ല റെസ്പെക്ട്, നമ്മൾ കാണിക്കുന്ന പെരുമാറ്റത്തിലാണ്. ഇപ്പോ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 4ഓ 5ഓ വയസ്സുള്ള ഒരു കുട്ടി അവിടുത്തെ പ്രിൻസിപ്പാളിനെ പോലും പേരാണ് വിളിച്ചിരുന്നത്. ആ ലേഡിയുടെ പേര് രമ എന്നായിരുന്നു. ചിലപ്പോ അവര് പറയും, രമ ഇവിടെ വരൂ, എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ ആ രമ എന്ന ലേഡി പ്രിൻസിപ്പാളിന്റെ എല്ലാ അവകാശവും അഴിച്ചു വെച്ചിട്ട് ആ കുഞ്ഞു കുട്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് അവൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുമായിരുന്നു. 2005 85,000 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹ്യൂജ് എമൗണ്ട്. ഇന്നിപ്പോ 21 വർഷത്തിന് ശേഷം
മിക്കവർക്കും അഫോർഡ് ചെയ്യാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ സ്കൂളിൽ അയക്കാനായിട്ട്. സാർ സോ ഇപ്പോ യു ഒരുപാട് സ്കൂള് അത്തരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്രത്തോളം ഫീസുകൾ ഇല്ല, കുറെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. മുമ്പ് അത്തരത്തിൽ 1-2 സ്കൂൾ മാത്രമേ ഈ ബാംഗ്ലൂർ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ 1:8 ആണ് ഒരു ടീച്ചറിന് കൊടുത്തിരുന്ന കുട്ടികളുടെ പ്രപ്പോർഷൻ. അപ്പോ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ചെന്നാൽ ഇപ്പൊ നിങ്ങളൊക്കെ പോകുന്നുണ്ടാവും, മക്കളുടെ സ്കൂളിൽ പോകുന്നുണ്ടാവും. ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയണം ഇന്ന ക്ലാസ്സിലെ ഇന്ന സ്റ്റുഡന്റ് ക്ലാസ് പറയണം, സ്റ്റുഡന്റിന്റെ പേര് പറയണം, ഡിവിഷൻ പറയണം, എല്ലാം പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ സ്കൂളിലേക്ക് കയറി ചെല്ലാൻ പറ്റുക. പക്ഷെ നമ്മൾ ആ കോമ്പൗണ്ടിനകത്തേക്ക്, ഇപ്പൊ ഞങ്ങളുടെ മോള് പഠിച്ചിരുന്ന സ്കൂളിൽ നമ്മൾ ആ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ആവുമ്പോൾ അവർക്കറിയാം ഇത് ഇന്ന കുട്ടിയുടെ പാരന്റ് ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്കൂളിലുള്ള അത്രയും മക്കൾക്കറിയാം. ഇപ്പോ നഴ്സറി കിൻഡർ ഗാർഡൻ മുതൽ 10th വരെ 250 കുട്ടികൾ മാത്രമാണ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ശരിക്കും അവർക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം എല്ലാവരും നമുക്ക് അത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പറ്റും. ഇവിടെ അല്ലെങ്കിൽ അമേരിക്കയിൽ ഹോം പോലും സ്കൂൾ. അമേരിക്കയിൽ പോലും 1:15 അല്ല 1:20 ആണ് ക്ലാസിന്റെ റേഷ്യോ. 1:20. അപ്പൊ 1:8 അവിടെ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ചെലവ് വരും. ഒരുപാട് കാശുണ്ടെങ്കിലേ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ലേഡി അവരുടെ ഫാമിലി അത് അവർക്ക് നടത്തിക്കൊണ്ടുവരാൻ പറ്റാതെ അവർ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്റെ മോൾക്കൊക്കെ അവിടെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിനൊപ്പം പോവാനുമുള്ള ഭാഗ്യം ലഭിച്ചു ഞങ്ങൾക്കും. അത് പറഞ്ഞ പോലെ സർവേശ്വരന്റെ ഒരു അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ ആ ഒരു സ്കൂളിൽ സഹായിച്ചു. ഇനി എവിടെ കൊണ്ടുപോയി നട്ടാലും അവർ പഠിച്ചോളും. അതുപോലെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, എല്ലാ സ്കൂളുകളും വെക്കേഷൻസ് ഒക്കെ ട്രിപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്, ഉല്ലാസ യാത്രകൾ എന്ന് പറഞ്ഞിട്ട്. ഈ സ്കൂളിലെ കുട്ടികൾ സ്കൂൾ ട്രിപ്പ് പോവാന്ന് പറഞ്ഞാൽ കൂടുതലും പോവുക, നമ്മൾ പറയില്ലേ ഗുജറാത്തിലെ ഉപ്പുണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ, അതുപോലെ രാജസ്ഥാനിലെ നെയ്ത്തുകാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അത്തരം സ്ഥലങ്ങളിൽ പോയി അവിടെ താമസിച്ച് ആ കുട്ടികൾക്ക് അറിവ് ഇവർ പോകുന്നത് അങ്ങനെ തന്നെയാണ്. അത്രയും സാധനങ്ങളൊക്കെ ആ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവരിവിടെ നിന്ന് പോവുക. അവരുടെ ഒപ്പം താമസിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ഉറങ്ങി ആ കുട്ടികളെ ഒരു 10-15 ദിവസം അവിടെ നിന്ന് പഠിപ്പിച്ച് അവരുടെ ഒപ്പം അവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് അവർ തിരിച്ച്. ഇത്തരത്തിലാണ് അവരുടെ വിനോദയാത്രകൾ ഉണ്ടായത്. അല്ലാതെ മറ്റു സ്ഥലങ്ങൾ അങ്ങനെ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകുകയല്ലായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. അതും അവർക്കൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് പറഞ്ഞ പോലെ ഇത്രയും ഫീസ് കൊടുത്ത് പഠിക്കുന്ന പിള്ളേര് ഒരിക്കലും എന്താ പറയാ അങ്ങനെ ഹൈ ക്ലാസ്സിലില്ല. താഴെ ഒരു പായ വിരിച്ചു കൊടുത്തിട്ടില്ല, മണ്ണൊതുക്കി അവിടെ കിടന്നോളാൻ പറഞ്ഞാൽ കെടുക്കുന്ന രീതിയിലാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൈസ എന്നതുള്ളത് എനിക്ക് അവിടെ ഒരു വലിയ ഇതായിട്ട് തോന്നിയില്ല. കാരണം മൂല്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ അത് വേണ്ടി വന്നു. ഇതിനകത്ത് ചോദിച്ചിട്ട് കുട്ടികൾ ഗെയിം കളിച്ചു കഴിയുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ മാറ്റം വരാറില്ല, നല്ല പെരുമാറ്റത്തിലേക്ക് നയിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ആ മോനെ ഒന്ന് വിളിച്ചിട്ട്, മോനാണോ മോളാണോ എന്താണോ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് ആ ഗെയിം കളിക്കുമ്പോൾ അവന് കിട്ടുന്ന ആ ഒരു സന്തോഷം, അതെന്താണ്, അത് വേറൊരു രീതിയിൽ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. അവൻ ആ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അവന് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു ഊർജം ഉണ്ടല്ലോ, അതായിരിക്കും അവനെ വീണ്ടും വീണ്ടും അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അവൻ അഗ്രസീവ് ആക്കുന്നത് അതാവും. അവനെ ഒന്ന് വിളിച്ച് കുറച്ചു നേരം അവന്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് നോക്കുക. അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോ മുഴുവനായില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് നമുക്കതിനെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് കുറച്ച്, മൊത്തത്തിലല്ല കേട്ടോ, പേടിപ്പിക്കുകയല്ല വേണ്ടത്, വടിയെടുക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. സൗഹൃദപൂർവ്വമായിട്ട് അവനോട് സംസാരിച്ച് അത് തിരുത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോ തെറ്റാണെങ്കിൽ പോലും ആദ്യം ഒന്ന് അനുവദിച്ചു കൊടുത്തിട്ട് വീണ്ടും അവനെ തിരുത്താനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പറയില്ലേ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു പിടിക്കാന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. സജീവ് ആണ് കേട്ടോ അത് ചോദിച്ചിട്ടുള്ളത്. താങ്ക് യു സർ.
അപ്പം നിങ്ങൾക്ക് ഇനി ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? മേഡം ഒരു മിനിറ്റ്. ഈ മേഡം ഓരോ പ്രായത്തിലുള്ള കുട്ടികളിൽ എന്താ പറയണ്ട ഓരോ രീതിയിലുള്ള മാതാപിതാക്കളുടെ ഇടപെടലുകൾ. ഇപ്പം വളരെ ചെറിയ കുട്ടി, ഇപ്പോൾ ഒരു 5 വയസ്സ് മുതൽ 7-8 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഒരു രീതിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അങ്ങനെയുള്ള രീതിയെ പറ്റിയിട്ട് എന്തെങ്കിലും മേഡത്തിന് അറിയാൻ പാടുണ്ടോ? അതിപ്പോ ഓരോ പ്രായത്തിൽ അവർക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവില്ലേ? ഓരോ കുട്ടികളുടെ ഏജിൽ ഡിഫറൻസ് വരുമ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരു 4 വയസ്സ് വരെയൊക്കെ അവർക്ക് വെറുതെ തുള്ളി കളിക്കാൻ മാത്രമായിരിക്കും ഇഷ്ടം. അവരെ കൊണ്ട് അവർക്ക് വേറൊന്നും ഉണ്ടാവില്ല. നമ്മളാണ് പക്ഷെ അവരെ നിർബന്ധിച്ച് അവരെ അക്ഷരങ്ങളും കണക്കുകളും ഒക്കെ അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുന്നത്. അത്ര സമയമായിരിക്കും. പിന്നെ ടീനേജ് വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോ പ്രായം, ഏത് പ്രായത്തിലാണ് നമ്മുടെ കൂടെ നമുക്ക് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഇപ്പോൾ ടീനേജ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ നേരത്തെ കുട്ടികളിൽ എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയം നമ്മൾ മുൻകൂട്ടി കാണുക, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്ത് വന്നാലും നമ്മളുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് ഓടി വരാം, എനിക്ക് എത്തിപ്പിടിക്കാം, എന്നെ എന്റെ അച്ഛനും അമ്മയും കേൾക്കും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കും എന്ന് മനസ്സിലായാൽ പിന്നെ കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് എല്ലാം തുറന്നു പറയാൻ തന്നെ തയ്യാറാവും. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള സ്കോപ്പ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർ തെറ്റ് ചെയ്യട്ടെ, തെറ്റ് ചെയ്താൽ പോലും ഞാൻ അങ്ങനെ ചെയ്തു, എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നെ തെറ്റ് പറഞ്ഞാലും നമ്മള് നമ്മൾ അവരെ കൂടെ തെറ്റ് ചെയ്യാൻ കൂടെ നിൽക്കുന്നല്ല, തെറ്റ് ചെയ്താലും എന്റെ അച്ഛനും അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും. അവര് എന്നെ നേർവഴിക്ക് നയിക്കും. എനിക്ക് അവിടെ സുരക്ഷിതമാണ്, ഞാൻ അവരുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കാൻ നമ്മൾ ശ്രമിക്കുക. മുഴുവനെല്ലാം ഒരേ രീതിയിൽ ശരിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. നമുക്കല്ലാതെ വേറെ ആർക്കാ പറ്റുക? നമ്മുടെ കുട്ടികളല്ലേ. അല്ല, ചെറുപ്രായത്തിലാണ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് അവരെ വളർത്തേണ്ടത്. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തിനാണെന്നേ ചെറുപ്രായത്തിൽ സ്ട്രിക്റ്റ് ആക്കേണ്ടത്? എന്ത് ആവശ്യമുണ്ട്? കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വളരട്ടെ. അവർക്ക് മനസ്സിലാവുന്ന സമയത്ത് അവന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അവന് മനസ്സിലാവുന്ന സമയത്ത് അവന് മനസ്സിലാവും. ഈ കുഞ്ഞു കുട്ടികളെ അടിച്ചും വളർത്തും പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് വലിയ ഇതില്ല. കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടൂ. വാശി പിടിപ്പിക്കുമ്പോഴല്ലേ അവര് വീണ്ടും വീണ്ടും വാശി പിടിക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുമ്പോഴാണ് അവർക്ക് ചെയ്യാൻ തോന്നുന്നത്. ചെയ്യുന്നതിനോടൊപ്പം, പല കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരോടൊപ്പം നിന്നിട്ട് ഇന്ന കാര്യങ്ങളുണ്ട് മോനെ, അത് ഇങ്ങനെയാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. കുറെ വാശിയൊക്കെ ഉണ്ടാവും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഞാനും കുറെ വാശി പിടിച്ചിട്ടുണ്ട്, അടി വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഒന്ന് മാറിയിരുന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ അവർ ചെയ്യുന്ന തെറ്റായ പെരുമാറ്റങ്ങൾക്ക് ഓവർ അറ്റൻഷൻ കൊടുത്താൽ അത് വീണ്ടും ആവർത്തിക്കുകയല്ലേ ചെയ്യുള്ളൂ. കൊടുക്കണ്ട. ഓവർ അറ്റൻഷൻ എന്തിനാ കൊടുക്കുന്നേ? നമുക്ക് തോന്നുന്നു അവൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് തോന്നിയാൽ ഒരു നിമിഷം അവനെ വിളിച്ചു അവൻ നല്ല രീതിയിലിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുമ്പോഴാണോ എന്താണോ അവന് സന്തോഷമുള്ളത്, ആ സമയത്ത് അവനോട് ചോദിക്കുക, ഉണ്ണി ഇങ്ങനെ ചെയ്തില്ലേ, ഉണ്ണി എന്തിനാ അങ്ങനെ ചെയ്തത്, അത് ശരിയാന്ന് ഉണ്ണിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിലൂടെയോ ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. കഥകൾ വലിയൊരു ഇതാണ്. കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഥകൾ വളരെയധികം സഹായിക്കാറുണ്ട്. ഞാനിപ്പോ പറയാറുണ്ട്, എന്റെ മുത്തശ്ശി, എന്റെ അച്ഛന്റെ അമ്മ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചെറുപ്പത്തില്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാത്തൊരു കാര്യമാണത്. എന്റെ ചിന്തകളും അല്ലെങ്കിൽ എന്നെ ഇത്തരത്തിലാക്കിയത് മുത്തശ്ശിയുടെ ആ കഥകളാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. രാജാവിന്റെ നന്മയും കൃഷിക്കാരന്റെ ഗുണങ്ങളും ഒക്കെ പറഞ്ഞു തന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ ആ ഒരു കഥകൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അതേപോലെ ഉണ്ട്. അപ്പൊ സാരോപദേശ കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമെങ്കിലും അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നമ്മുടെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുമുണ്ട്. അത്തരത്തിൽ കഥകളിലൂടെ നിങ്ങൾക്ക് അവരാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടുള്ള കഥകൾ ഒഴിവാക്കുക. കമ്പാരിസൺ നടത്താം, എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കമ്പാരിസൺ ഉപയോഗിക്കാം. അല്ലാതെ അത് ചെയ്തു അവരത് ചെയ്തുകൊണ്ട് നീ ഇത് ചെയ്യണം, അങ്ങനെയുള്ള കമ്പാരിസണുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക.
ഓക്കെ മാഡം, താങ്ക് യു മാഡം. താങ്ക് യു സർ. എങ്ങനെയാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം? എന്നാ പിന്നെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ മാഡം, വേറൊരു ടോപ്പിക്കുമായിട്ട് അപ്പോൾ എന്താ പറയണ്ട, കുറച്ച് ഒരു സെക്കൻഡ് സെക്ഷൻ കുട്ടികൾ എങ്ങനെ നല്ലവരാക്കാം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഡെപ്തായിട്ട് അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് ടൈമിൽ ഒന്നും കൂടി കാണാൻ പറ്റിയാണ് വലിയ സന്തോഷം. ഞാനിപ്പോ അങ്ങനെ തീർച്ചയായിട്ടും. ലൈഫ് അക്കാഡമി പോലെയുള്ള ഒരു മീഡിയത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവർക്കും ഓക്കെ. വേണ്ടിയിട്ടാണ്. എന്താ സർ പറഞ്ഞു കേട്ടില്ല? ലൈഫ് അക്കാഡമി മീൻസ് മേഡം, ഞാൻ എന്താ പറഞ്ഞത്? ഒരു ലൈഫ് അക്കാഡമി എന്താ വെച്ചാല് അതിൽ മൈൻഡ് ടച്ച് ആയിട്ടുള്ള മൈക്രോ മൈൻഡ് വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഓക്കെ. എംഹാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ മരുമകന്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവന് കുറച്ച് പഠനത്തിലായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കുറേ ഓക്കെ. കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഓക്കെ. കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ലൈഫ് അക്കാഡമി നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് എന്താ പറയണ്ട എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ എന്താ പറയണ്ട കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്താ പറയണ്ട കുറെ വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ട് ജീവിതം മുഴുവനായിട്ട് കറക്റ്റായിട്ട് വിജയിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കുറെ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ഇപ്പൊ എഡ്യൂക്കേഷനിൽ വേണ്ട ഇപ്പൊ മാത്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദി അതൊക്കെ നമുക്ക് ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ബാക്കിയുള്ളതൊന്നും ഏതെങ്കിലും പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമായിരിക്കും, കെമിസ്ട്രിയോ ഫിസിക്സോ ഏതെങ്കിലും പ്രൊഫഷണൽ ഇതായിട്ട് പോകുമ്പോഴാണ് അത് വലിയ ഉപകാരപ്രദമാകുന്നത്. ബാക്കി മാത്സ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും എന്ന് പറയേണ്ട എന്ത് ബിസിനസ് ആണെങ്കിലും എന്തെങ്കിലും കാൽക്കുലേഷൻ എന്തായാലും വേണ്ടിയുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാണ്ട് അത് പ്ലസ് നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു വക ആയിട്ടുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക കുറെ അറിവുകളുള്ള ഓരോ സ്ഥലത്തുള്ള അറിവുകളുള്ള ആളുകളെ ഒരു അഡ്വൈസ് സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വിൻബിൾ അക്കാഡമിയിൽ ഒരുപാട് നിനക്ക് എന്താ പറയണ്ട അങ്ങനെ രാവിലത്തെയൊക്കെ മോർണിംഗ് ഇതായിട്ടുള്ള ഇതുണ്ട് 5:13 അതിലൊക്കെ നല്ല അരമണിക്കൂർ അങ്ങനെ എന്താ പറയുക ഈവനിങ് ക്ലാസ്സിലൊക്കെ വിംബിൾ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 90% നല്ല നല്ല ആൾക്കാരാണ്, അങ്ങനെ എക്സ്പീരിയൻസും ടാലന്റ് അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ആൾക്കാരാണ് ഇതിൽ വരുന്നത്. ഫ്രീ ക്ലാസ്സിൽ വരെ അങ്ങനെ എല്ലാം ഉണ്ട്. ഫ്രീ ക്ലാസ് അല്ലാത്ത എന്താ പറയണ്ട ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അത് നല്ലൊരു എന്താ പറയണ്ട നല്ല ഒരുപാട് ആൾക്കാർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ എന്താ പറയണ്ട മനസ്സിലാക്കുന്നത്. എനിക്ക് നല്ല ദീർഘവീക്ഷണം നമുക്കൊരു നല്ല മാർഗമായിട്ട് മുന്നിലുണ്ട്. അപ്പൊ എന്ത് പറയുന്നു? നമുക്ക് എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹലോ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല രാത്രി, ശുഭരാത്രി എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു രാത്രി, നല്ലൊരു ഉറക്കം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ബൈ ഓൾ. ഗുഡ് നൈറ്റ്. നാളെ നല്ല ദിവസം ഉണ്ടാവട്ടെ. ഒരു പുതിയ പെൺപുല്ലരി അല്ലെങ്കിൽ ഒരു നല്ല അതും കൂടി ആശംസിക്കുന്നു. നല്ലൊരു പ്രഭാതത്തിന് വേണ്ടിയിട്ട് എന്ന് നല്ല ഒരു ഉറക്കം കൂടെ ആശംസിക്കുന്നു. സമാധാനം. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.